വിശുദ്ധ കുർബാനയെ ചേർത്തുപിടിക്കുന്ന വൈദികരുടെ ജീവിതാനുഭവങ്ങൾ. ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ഹൃദയാനുഭവങ്ങൾ. ഇത് കപ്പുച്ചിൻ സഭയുടെ കൊല്ലം കോവിൽത്തോട്ടം സാൻ പിയോ റിട്രീറ്റ് സെന്ററിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ജോനാഥ് കപ്പുച്ചിൻ. വിശുദ്ധ കുർബാനയുടെ സ്നേഹത്തെക്കുറിച്ച് ഏറെ ദൈവാനുഭവം നിറയുന്ന ജോനാഥ് അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എന്നും കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദീപനാളത്തിൻ്റെ അടുത്ത് സക്രാരിൽ വസിക്കുന്ന തമ്പുരാനെ, നിനക്കെൻ്റെ പ്രണാമം. പ്രിയ ശാലോം സ്നേഹിതരെ, അഗാപ്പെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫാദർ ജോനാഥ്, ഒരു കപ്പൂച്ചിൻ വൈദികനാണ്. ഇപ്പോൾ കൊല്ലത്ത് സാൻ പിയോ ധ്യാന കേന്ദ്രത്തിലാണ് സേവനം ചെയ്യുന്നത്. എൻ്റെ വീട് എറണാകുളത്ത് ചേന്നൂർ എന്നൊരു കൊച്ചു ദ്വീപിലാണ്. 5 സഹോദരങ്ങളിൽ 4ാമത്തേതാണ് ഞാൻ. ഒരുപാട് കഷ്ടനഷ്ടങ്ങളിൽ ജീവിച്ചൊരു ബാല്യകാലം എനിക്കുണ്ട്. അപ്പച്ചൻ നേരത്തെ മരിച്ചു. അമ്മ ഇപ്പോഴും സഹനങ്ങളോടും മല്ലിട്ട് മുന്നോട്ട് പോകുകയാണ്. ആ വിഷമ നേരങ്ങളിൽ പലവട്ടം ദിവ്യകാന നടയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞു കരഞ്ഞ് വിങ്ങി പൊട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ആത്മീയ പക്വതയില്ലായ്മ കൊണ്ട് എൻ്റെ പ്രാർത്ഥന പലപ്പോഴും പരിഭവവും പരാതിയുമൊക്കെ ആയി മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോഴങ്ങനെ ഒരു സങ്കടം എനിക്കില്ല, പരാതിയില്ല. കാരണം കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന ഏതൊരുവനേക്കാളേറെ ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ട്. ഈ ദിവ്യകാന നടയിലെ തമ്പുരാൻ എന്നെ വളർത്തിയിട്ടുണ്ട്. കാരണം അനുദിനം ഒരപ്പത്തെ വാഴ്ത്തി ക്രിസ്തുവിൻ്റെ ശരീരമാക്കുന്ന, വീഞ്ഞിന് അവൻ്റെ തിരുരക്തമാക്കുന്ന പുരോഹിതനായിട്ടാണ് അവിടെ നിന്ന് ഉയർത്തിയിരിക്കുന്നത്. അതിനേക്കാൾ വലിയ മഹത്വം എനിക്ക് വേണം. ഓർക്കുക, 12 വർഷങ്ങൾക്ക് മുമ്പ് പുനരുന്നിയിലുള്ള ആശ്രമ ദേവാലയത്തിൽ ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് അയച്ചൊരു വാട്സപ്പ് മെസ്സേജുണ്ട്. എഡ്വിൻ ഡിക്രൂസ് എന്നാ പേര്. 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച ഒരാളാണ്. നന്നായിട്ട് പഠിക്കും, 1ാം റാങ്ക, ഒരുപാട് കഴിവുകളുണ്ട്. കൂട്ടുകാർക്കൊക്കെ അവൻ ഹീറോയാണ്. ടീച്ചേഴ്സ് അവനെപ്പോഴും അഭിമാനമാണ്. എന്നാൽ ആ സുഹൃത്ത് എനിക്ക് എഴുതിയത് ഇങ്ങനെയാണ്: നീ എന്തൊരു ഭാഗ്യവാനാ, നിൻ്റേതുപോലൊരു ജീവിതമാണ് എൻ്റേതെന്ന് ഞാനിപ്പോൾ മോഹിച്ചു പോവുകയാണ്. നിന്നെ ഓർക്കുമ്പോഴൊക്കെ എനിക്ക് അസൂയ വരുന്നു. ഒരുപക്ഷെ ആ സുഹൃത്ത് വളർന്ന് ഒരുപാട് നല്ല ജോലിയും കുടുംബ ഭദ്രതയുമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടാകാം. എന്നിട്ടും അദ്ദേഹം അഭിമാനത്തിൽ ഓർക്കുന്നത് എൻ്റെ ജീവിതം കണ്ടിട്ടാണ്. ലോകം മുഴുവനും എൻ്റെ കാൽ കീഴിലേക്ക് വന്ന ഒരു അഭിമാന ബോധമോ പുരോഹിതനായപ്പോൾ എനിക്കുണ്ടായത്. സത്യത്തിൽ ഈ വഴിയിൽ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ എന്നെ ബലപ്പെടുത്തിയ ദിവ്യകാന നാഥനെ ഞാൻ വണങ്ങുകയാണ്. ചില ഓർമ്മകളിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുക. ഓർക്കുന്നത് PG കാലമാണ്. ഇപ്പോൾ +1 +2 കാലം. എന്നാൽ അതിനു മുമ്പ് PG ആയിരുന്നു. അതിൽ അവസാനത്തെ വർഷം ഞാനുണ്ടായിരുന്നു പഠിക്കാൻ. അതെൻ്റെ സെമിനാരിയിലെ 2ാമത്തെ വർഷമാണ്. ആലപ്പുഴയിലുള്ള തുമ്പോളിയിലെ ഒരു കപ്പുച്ചിൻ ആശ്രമത്തിൽ PG പഠിച്ചിരിക്കുന്ന കാലം. സമ്മാനം നന്നായിട്ടൊക്കെ പഠിക്കും, നന്നായിട്ട് കളിക്കും. അങ്ങനെ വോളിബോൾ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ബോധം കെട്ട് വീണ്. കാരണം അറിഞ്ഞുകൂടാ. പതിയെ കൂടെയുള്ള ബദേസ് എന്നെ പിടിച്ച് പാർലറിലേക്ക് കൊണ്ടുവന്ന് മുഖത്തേക്ക് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ റെക്ടറച്ചൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ് പോയതെന്ന്. എനിക്കറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറേ മേജറായിട്ടുള്ള ചെക്കപ്പിന് വേണ്ടി എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പലവിധ ടെസ്റ്റുകളൊക്കെ നടത്തി. 2-3 ദിവസം അങ്ങനെ പോയി. അവിടെയുള്ളൊരു വാർഡിൽ വിശ്രമിച്ചു. ഒരു ഉച്ച സമയത്ത് നേഴ്സ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ നേഴ്സിൻ്റെ പിന്നാലെ പോയപ്പോൾ ഡോക്ടറിൻ്റെ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ റെക്ടറച്ചനും അസിസ്റ്റൻറ്റും മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവിടെ മുഖത്തേക്ക് എന്തൊക്കെയൊരു സങ്കടമുണ്ട്. ഡോക്ടർ പറഞ്ഞ് എൻ്റെ ഹൃദയത്തിലൊരു ദൂരമുണ്ടെന്ന്. ഞാൻ ആകെ തകർന്നു പോയ നിമിഷം. സാധാരണ എല്ലാ കുട്ടികൾക്കും ജനിക്കുമ്പോൾ ചെറിയ ദൂരമുണ്ടാകും, പതിയെ അത് അടഞ്ഞു പോകും. പക്ഷേ എൻ്റേത് വലുതായിക്കൊണ്ടിരിക്കുക. അതൊരുപാട് അപകടമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ചിലപ്പോൾ സ്റ്റേക്കേഴ്സ് കയറുമ്പോൾ ബോധം കെട്ട് വീഴാം, വണ്ടി ഓടിക്കുമ്പോൾ ബോധം കെട്ട് വീഴാം, ചിലപ്പോൾ ഹൃദയസ്പന്ദനം വന്നേക്കാം, മരണത്തോടടുക്കുന്നൊരു രോഗമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ തളർന്നു പോയി. പിന്നെ അവർ വീണ്ടും എന്നെ വാർഡിലേക്ക് കൊണ്ടുപോയി
ആ വാർഡിൻ്റെ മുമ്പിൽ എഴുതിയിട്ടിരിക്കുന്ന ബോർഡ് എന്നെ വീണ്ടും തകർത്ത്. ഹൃദയരോഗികളുടെ വാർഡ്. ഞാനൊരു രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത ഭയം എന്നിലേക്ക് കടന്നു വന്നു. ആ രാത്രി ആ വാർഡിൽ വെച്ച് ഹൃദയരോഗമുണ്ടാകുന്നൊരു വൃദ്ധ മരിക്കുക കൂടി ചെയ്തപ്പോൾ മരണഭീതി ഇങ്ങനെ ഏറി വന്നു. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ഞാൻ നേരത്തെ എഴുന്നേച്ച് ആ ഹോസ്പിറ്റലിലെ ചാപ്പലിലേക്കാണ് പോയത്. വാതിൽ തുറന്ന പതിയെ ഞാൻ ആ ചാപ്പലിൽ ഇരുന്നു കൊണ്ട് സക്രാരിയെ നോക്കി, ദിവ്യകാരുണ്യനാഥനെ നോക്കി. പക്ഷേ അപ്പോഴും എൻ്റെ ആത്മീയ പക്വത വർദ്ധിക്കാത്തതുകൊണ്ട് എനിക്ക് പരാതിയും പരിഭവവും മാത്രമായിരുന്നു. ദിവ്യകാരുണ്യനാഥ, നിൻ്റെ പേര് കരുണയെന്ന, പക്ഷെ നീ എന്നോട് കരുണ കാണിക്കാത്തത് എന്താ? എല്ലാം വിട്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കുടുംബം വിട്ടൊരു പുരോഹിതൻ വന്നിട്ട് നീ എനിക്ക് തന്നത് എൻ്റെ ഹൃദയത്തിലൊരു ദോരമല്ലേ? അങ്ങനെ പല വിധത്തിൽ ഞാനിങ്ങനെ ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞു. പ്രഭാതബലി ആരംഭിച്ചു. അതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നാവിൽ പരാതികൾ മാത്രമായിരുന്നു. ഒടുവിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ട സമയം വന്നപ്പോൾ ഒരു വെട്ടം കിട്ടിയപ്പോൾ കുർബാനയിൽ ഞാൻ പങ്കെടുത്തത് കൊണ്ട് ഞാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ ചെന്നു. ഏറ്റവും അവസാനത്തവനായി. എല്ലാവരും ദിവ്യകാരുണ്യം സ്വീകരിച്ച് പോയപ്പോൾ അവസാനത്തവനായി ഞാൻ പുരോഹിതത്തിൽ നിന്നും എൻ്റെ നാവിലേക്ക് ആ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഞാൻ ഇരുന്ന് കുറ്റപ്പെടുത്തി അതീരിപ്പിടത്തിലിരുന്നു കൊണ്ട് സക്രായിലേക്ക് നോക്കി. ഓർക്കണം, എൻ്റെ കണ്ണ് നിറയെ കണ്ണീരാ, നാവിൽ യേശുവിൻ്റെ ശരീരം. ആദ്യമായിട്ട് ഒരു അനുഭവം ഉള്ളിലേക്ക് നിറഞ്ഞ നിമിഷം. അൾത്താരയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. പ്രാർത്ഥിക്കുന്നവരെയോ കുർബാന അർപ്പിക്കുന്ന പുരോഹിതനെയോ ആരെയും കണ്ടത് ആ ക്രൂശിത രൂപത്തെ മാത്രം. നോക്കിയപ്പോൾ അവൻ്റെ നെഞ്ചിലുമുണ്ട് വലിയൊരു ദ്വാരം. ഞാനിതുവരെയും ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തിയത് എൻ്റെ ഹൃദയത്തിലുള്ളൊരു ചെറിയ ദ്വാരത്തിൻ്റെ പേരിലാണ്. എന്നാൽ അവൻ്റെ ആ മുറിവ് നോക്കുക. എൻ്റെ പാപപൂർത്തിക്ക് വേണ്ടി അവൻ സ്വയം ഏറ്റെടുത്ത കുന്തമുനയുടെ ആഴമുള്ള മുറിവാണ്. ആ നിമിഷം എൻ്റെ കണ്ണുനീര് നിന്നുപോയി. ഞാൻ ചിന്തിച്ചു, സത്യത്തിൽ അവൻ്റെ മുറിവിനോട് രമ്യതപ്പെടുത്താൻ എനിക്ക് തന്നൊരു അനുഗ്രഹമല്ല ഈ കൊച്ചു മുറിവ്. ഞാനെന്തിനാ പരിഭവപ്പെടുന്നത്? ഞാനെന്തിനാ പരാതിപ്പെടുന്നത്? ദിവ്യകാരുണ്യനാഥൻ എന്നെ വീണ്ടെടുക്കുകയായിരുന്നു. വീണ്ടും ആത്മബലത്തോട് ഞാൻ സെമിനാരിൽ പോയി. എൻ്റെ ഫോർമേഷനൊക്കെ തുടർന്നു. ഒരു 9 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പുരോഹിതനായി. എൻ്റെ പ്രഥമ ബലി അർപ്പിച്ചപ്പോൾ ഞാൻ ആ ബലിയുടെ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തു ആദ്യം എൻ്റെ നെഞ്ചിലൊരു മുറിവ് തന്നു. ഇപ്പോൾ അവൻ്റെ പ്രതിപുരുഷനായി എന്നെ ഉയർത്തി. ഇപ്പോൾ എൻ്റെ നെഞ്ചിലെ മുറിവ് എനിക്കൊരു ശാപത്തിൻ്റെ അടയാളമല്ല, കൃപയുടെ അടയാളമാണ്. എന്നെ വീണ്ടെടുത്ത ദിവ്യകാരുണ്യനാഥ, നിനക്കെൻ്റെ പ്രണാമം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ചില നേരങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തളർച്ച ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ടാകും. വിശ്വാസം ഇല്ലാതെ പോകുന്ന അനുഭവം. ഓർക്കുന്നത് നോവിഷ്യറ്റിൽ വെച്ച വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു. എൻ്റെ അപ്പച്ചൻ കരൾ സംബന്ധമായ രോഗം മൂലം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണെന്ന്. സാധാരണ നോവിഷ്യറ്റിൽ നിന്നും കാണാനൊന്നും വിടില്ല. പക്ഷേ അസുഖം അല്പം ഗൗരവമായതുകൊണ്ട് അനുവദിച്ചു. അങ്ങനെ ഞാൻ മെഡിക്കൽ ടെസ്റ്റിൽ പോയി. അപ്പച്ചൻ ICU വാർഡില്ല, അബോധാവസ്ഥയിലാണ്. എൻ്റെ ആ നിഷ്കളങ്കമായ മനസ്സോടെ ഞാൻ ആ വാർഡിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 4-5 മാസം കഴിയുമ്പോൾ എൻ്റെ പ്രഥമ വ്രതവാഗ്ദാനം. അന്ന് മറ്റു സഹോദരങ്ങളെപ്പോലെ ഞാൻ അൾത്താരിലേക്ക് എന്നെ സമർപ്പിക്കുമ്പോൾ എൻ്റെ ഇടത്തും വലത്തും എൻ്റെ അമ്മയും അപ്പനും വേണമെന്നൊരാഗ്രഹം. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ അപ്പച്ചനെ സൗഖ്യത്തിലേക്ക് നയിക്കണമേ.
എൻ്റെ പ്രഥമ വ്രത വാഗ്ദാനത്തിൽ അത് കാണാൻ എൻ്റെ അപ്പച്ചനെ അനുവദിക്കണേ. കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുനീര് ആ ICU വാർഡിൻ്റെ മാർബിത്തറ വീണിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ നൗഷറ്റിലേക്ക് തിരികെ പോകണം. അതുകൊണ്ട് ഞാൻ തിരികെ പോയി. അവിടെ എത്തിയപ്പോൾ വീണ്ടും ഫോൺ കോൾ, അപ്പച്ചൻ മരിച്ചു എന്ന്. സത്യത്തിൽ ചർമ്മ ശുശ്രൂഷയിലേക്ക് വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ ആത്മീയത തകർന്നു പോയ നിമിഷമായിരുന്നു. വിശ്വാസം ദ്രവിച്ചുപോയി. എൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ക്രിസ്തു കേൾക്കാതെന്ന പരിഭവമായിരുന്നു. ചടങ്ങുകളൊക്കെ തീർന്ന് വീണ്ടും നൗഷറ്റിലേക്ക് വന്നു. അതൊരു വെള്ളിയാഴ്ചയാണ്. വൈകിട്ട് ആരാധനയുണ്ട്. എല്ലാവരും ഇങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പിന്നിലിരുന്നു കൊണ്ട് ഞാനിങ്ങനെ കരഞ്ഞ് പരിഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്തുവിനോട്. ഒരു ദിവസം എൻ്റെ വിശ്വാസം തകർന്നപ്പോൾ വീണ്ടെടുത്ത ദിവ്യകാരണ നാഥ, ഇന്ന് നീ എന്തുത്തരം തരും എനിക്ക്? വെറുതെ ഞാൻ ചോദിച്ച്. അടുത്ത് തന്നെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. ആ നിറമിഴികളോട് ഞാൻ വെറുതെ എടുത്ത് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗം 2 കൊരിന്ത്യസ് 12-ാം അധ്യായം. അത് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗം. എൻ്റെ ശരീരത്തിലൊരു മുള്ളുണ്ട്, അതെടുത്ത് മാറ്റണമേ. 1 അല്ല 3 വട്ടം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗം. പക്ഷെ ദൈവം ആ മുള്ളൊന്നും എടുത്ത് മാറ്റിയില്ല. പകരം പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതിയെന്ന. അത് വലിയൊരു വെട്ടമായിരുന്നു എനിക്ക്. കാരണം ചിലപ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ സഹനങ്ങളുടെ മുള്ള് ദൈവം എടുത്ത് മാറ്റില്ല. പക്ഷെ അതിജീവിക്കാനുള്ള കൃപ ദൈവം തരും. നമ്മളൊക്കെ സാധാരണ മനുഷ്യർ അനുദിനം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താ? അത് താൽക്കാലികമാണ്. രോഗം മാറും, സമ്പത്ത് വരും, ഐശ്വര്യം ഉണ്ടാകും. പക്ഷേ അതൊക്കെ ക്ഷണനേരത്തില്ലാതെയാകാം. അനുഗ്രഹങ്ങളൊക്കെ താൽക്കാലികമാണ്. പക്ഷെ കൃപ എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള അഭേദ്യമായൊരു സ്നേഹബന്ധം. അതിനിടയ്ക്ക് സഹനവും രോഗവും ദുരന്തവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ദൈവവുമായുള്ള ആ സ്നേഹബന്ധം അവസാനിക്കില്ല. ആ കൃപ ദൈവം എനിക്ക് തന്നു. ദിവ്യകാരണനാഥൻ വീണ്ടും എൻ്റെ വിശ്വാസം തളർന്നു പോയപ്പോൾ, ആത്മീയതയിൽ ഭിന്നതയുണ്ടായപ്പോൾ എന്നെ വീണ്ടെടുത്ത കൃപയിലേക്ക് നയിച്ച ഒരു അനുഭവമാണിത്. ഓർക്കുക, ഈ നൊവിഷ്യത്തിൽ തന്നെ സംഭവിച്ച മറ്റൊന്ന് ഓർക്കണം. ഒരു ഹാർട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ നൊവിഷ്യറ്റുകൾ പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശാരീരിക അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു. കാഠിന്യം നിറഞ്ഞ പരിശീലനങ്ങളാണ് അവിടെ. നല്ല ജോലിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാ നിയമങ്ങളും വളരെ സീരിയസാണ്. പക്ഷേ ഈ രോഗിയായി എനിക്ക് പല നിയമങ്ങളും പാലിക്കാനാകാത്ത വിധം തളർച്ചകളുണ്ട്. പലപ്പോഴും നന്നായിട്ട് അധ്വാനിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഈ നോവിഷ്യറ്റിൻ്റെ ആ പാതി ഭാഗത്ത് വെച്ച് അവിടെ നോവിസ് മാസ്റ്ററും സഹോദരങ്ങളുമൊക്കെ എൻ്റെ ഈ ജീവിതം കണ്ടിട്ട് വിലയിരുത്തി പറഞ്ഞു, മോനൊരു പുരോഹിതനാകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടാണ്. രാവും പകലും മോന് മിനിസ്ട്രിക്ക് വേണ്ടി പോകേണ്ടി വരും. കഴിയുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന മോനൊരു കുടുംബജീവിതത്തിലേക്ക് തിരികെ പോകുന്നതാണെന്ന്. ശരിക്കും ഞാനപ്പോൾ തളർന്നുപോയി. എൻ്റെ വിഷമം കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ നോവിസ് മാസ്റ്റർ പറഞ്ഞത്, ഏതായാലും മോനൊരു ആഴ്ചത്തെ ധ്യാനത്തിൽ പോകും, തിരികെ വരുമ്പോൾ പ്രൊവിൻഷ്യൽ അച്ഛൻ വരും, അച്ഛൻ പറയും. അപ്പോൾ പിന്നൊരു ധ്യാനമേ ഉള്ളൂ. കൊളുത്തുവയലെ സിസ്റ്റേഴ്സ് നയിക്കുന്ന തൃശ്ശൂരുള്ള ജോർദാൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ് ഞാൻ പോയത്. അവിടെ ധ്യാനവേളയിൽ എനിക്കത്രയ്ക്ക് നന്നായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ വൊക്കേഷൻ ക്രൈസിസിൻ്റെ വക്കിലാണ് ഞാൻ ആഗ്രഹിക്കാതെ ഒരു പക്ഷേ ദൈവം ഇടപെട്ട് എന്നെ പുറത്താക്കുന്നതാകും. പക്ഷെ അതിനോട് പൊരുത്തപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. വെറുതെ 3 ദിവസം അങ്ങനെ പോയി. 4-ാം ദിവസം ഒരു കൗൺസിലിംഗ് ഉണ്ട്. ദൈവകൃപയെ ജ്വലിച്ച് നിന്നൊരു സമർപ്പിത ബൈബിൾ തുറന്നിട്ട് ഞാൻ അടുത്ത് വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവവിളിയിൽ ഈ പ്രശ്നങ്ങളുണ്ടല്ലേ? അതേന്ന് ഞാൻ പറഞ്ഞു. ഒന്നും പറയാതെ തന്നെ പിന്നെ ആ സിസ്റ്റർ എൻ്റെ ജീവിതത്തിന് ചില അധ്യായങ്ങൾ തുറന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു. ബൈബിൾ തുറന്ന് ഒന്ന് ധ്യാനിച്ചതിന് ശേഷം ചിരിച്ചുകൊണ്ട് ആ സിസ്റ്റർ പറഞ്ഞത്, എത്രയ്ക്ക് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും മോനൊരു വൈദികനാകും. കാസ ഉയർത്തി വാഴ്ത്തുന്നത് ഞാൻ ദർശനത്തിൽ കാണുന്നുണ്ട്. അനേകരുടെ മുമ്പിൽ വചനം പ്രഘോഷിക്കുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന്. ആ വാക്കിൻ്റെ ബലത്തിൽ ആ കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നുള്ള അവസാനത്തെ ദിവസം ആത്മനിർവൃതിയോടുകൂടിയാണ് ഞാൻ ധ്യാനിച്ച് എൻ്റെ നോവിഷ്യറ്റിലേക്ക് തിരികെ പോയത്. സങ്കടപ്പെട്ട് പോയ ഞാൻ
സന്തോഷത്തോടെ തിരികെ വരുന്നത് കണ്ടപ്പോൾ നോവിസ് മാസ്റ്റർ തെറ്റിദ്ധരിച്ച് പുറത്തു പോകാൻ മാനസികമായി ഒരുങ്ങി വന്നൊരു നോവിസാണെന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ദൈവം ഇടപെടും, എന്നെ വീണ്ടെടുക്കും. പിറ്റേ ദിവസം ഉച്ച സമയമായപ്പോൾ പ്രൊവിൻഷ്യൽ വന്നു. അപ്പോഴും എൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല, കാരണം ദൈവം ഇടപെടും. ഉച്ചഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് പോയപ്പോൾ എൻ്റെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, പ്രൊവിൻഷ്യൽ കാണാൻ കാത്തിരിക്കണമെന്ന്. ഞാൻ ചെന്നു. അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഒരു പേപ്പർ ഇരിപ്പുണ്ട്. അദ്ദേഹം പതിയത് വായിച്ചിട്ടിങ്ങനെ പറഞ്ഞു, ഇവിടെയുള്ള നോവിസ് മാസ്റ്ററിന് മറ്റു വൈദികരുടെ അഭിപ്രായത്തിൽ മോൻ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മോൻ വീട്ടിലേക്ക് പോകണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ തീരുമാനത്തിന് മറുത്തൊന്നും പറയാൻ എനിക്കാകില്ല, അതുകൊണ്ട് ഞാനും ആഗ്രഹിക്കുന്നു മോൻ വീട്ടിലേക്ക് പോകണമെന്ന്. അതുവരെയും ഉള്ളിലൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഞാൻ തകർന്ന് വീണ്ടും വാവിട്ട് കരയാൻ തുടങ്ങി. മോൻ എന്തിനാണ് കരയുന്നതെന്ന് പ്രൊവിൻഷ്യൽ അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ വിങ്ങിപ്പൊട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ രോഗി ഞാനായത് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, എങ്കിലും എൻ്റെ മാതാപിതാക്കൾ എന്നെ പുരോഹിതനായി കാണുമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഓപ്പറേഷൻ നടത്തി തിരികെ സെമിനാറിലേക്ക് നയിച്ചതാണ്. അവർക്കും എനിക്കും ആഗ്രഹമുണ്ട് ഒരു പുരോഹിതനാകണമെന്ന്. അപ്പോൾ ആ വലിയ സ്വപ്നം വിട്ട് പുറത്തേക്ക് പോകണമെന്ന് അച്ഛൻ പറയുമ്പോൾ എൻ്റെ സ്ഥാനത്ത് അച്ഛനാണെങ്കിൽ അച്ഛൻ കരയില്ലേ? ഒരു നോവിസായി ഞാൻ പ്രൊവിൻഷ്യൽ അച്ഛനോട് ചോദിക്കാൻ പറ്റാത്ത ധീരതയോട് ചോദിച്ചതാണ്. അച്ഛനൊന്നും പറഞ്ഞില്ല. എൻ്റെ മുമ്പിൽ വെച്ച് ആ പേപ്പർ കഷ്ണം രണ്ടായിട്ടും മുറിച്ചിട്ട് പറഞ്ഞു, നീ ഏത് രോഗിയായിക്കൊള്ളട്ടെ, ഏത് ബെഡ് ജീവിതകാലം നീ കിടന്നുകൊള്ളട്ടെ, പ്രൊവിൻസ് നിന്നെ നോക്കും, നിനക്ക് പ്രൊമോഷൻ. സത്യം അന്ന് എനിക്ക് മനസ്സിലായി, ഏത് പ്രതിസന്ധി ഘട്ടമുണ്ടെങ്കിലും ക്രിസ്തു അവൻ്റെ പുരോഹിതനായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവനെ വേണ്ടി അവൻ്റെ അപ്പം മുറിക്കാൻ എന്നെ യോഗ്യനാക്കിയിട്ടുണ്ട്. ഇനിയും എന്ത് പ്രതിസന്ധി വന്നുകൊള്ളട്ടെ, ഞാൻ വീടില്ല. ദിവ്യകാന്തനാഥൻ എന്നെ താങ്ങും, കാത്തു പാലിക്കും. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ, ദിവ്യകാരുണ്യ സ്വരൂപനായി. ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. മുമ്പ് സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടാകും, ജീവിതത്തിൽ മുള്ളുകൾ ഉണ്ടാകും, ദൈവം അതെടുത്ത് മാറ്റില്ല. പക്ഷെ അതിനെ നേരിടാനുള്ള കൃപ കൂടി ദൈവം തരും. എൻ്റെ പുരോഹിത ജീവിതത്തിലും ഇങ്ങനെയൊരു വേദനയുടെ മുള്ളനുഭവം ഉണ്ടായിട്ടുണ്ട്. 1-2 വർഷങ്ങൾക്ക് മുമ്പാണ്. അധികം പരിചയമില്ലാത്ത ഒരു സഹോദരൻ വല്ലാതെ എന്നോട് കോപിച്ചൊരു അനുഭവം ഉണ്ടായി. ഒരു കേസുമായി ബന്ധപ്പെട്ട ദുർബലരെന്ന് തോന്നിയ കുറച്ച് പേരുടെ പക്ഷത്ത് നിന്നത് മൂലമുണ്ടായൊരു തെറ്റിദ്ധാരണയാണ്. നിരന്തരം എന്നെ വാക്കുകൾ കൊണ്ട് ഹരാസ് ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകളോളം ഫോണിൽ വിളിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കും. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, അച്ഛനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉപദ്രവിക്കാത്തതെന്ന്. പിന്നീട് ഒരിക്കൽ പറഞ്ഞു, അച്ഛൻ കുർബാന അർപ്പിക്കുമ്പോൾ ഞാനത് തടസ്സം നിൽക്കും, അച്ഛൻ എല്ലാവരുടെ മുമ്പിൽ അപമാനിക്കും. ആ ദിവസങ്ങളിൽ വല്ലാത്ത ആന്തരിക സംഘർഷമായിരുന്നു. ദുർബലരെന്ന് തോന്നിയവരുടെ പക്ഷം നിൽക്കുന്നത് ഒരു തെറ്റാണോ എന്ന് പലവട്ടം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ശരിയെന്ന് തോന്നുന്നതേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സഹനം? അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലൊരു ഭയം വന്നു. ഈ കുർബാന എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ? അദ്ദേഹം ഇടയ്ക്ക് വന്ന് ഈ കുർബാനയ്ക്ക് തടസ്സം നിൽക്കുമോ? പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ് പിന്നെ വായന ആരംഭിച്ചപ്പോൾ ഞാനിങ്ങനെ കസേരയിലിരിക്കുക. 1-ാം വായന 2-ാം സാമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് 16-ാം അധ്യായത്തിൽ നിന്ന്. അബ്സലോം ദാവീദെന്ന പിതാവിനെ സിംഹാസനം പുറത്താക്കിയപ്പോൾ കാട്ടിലേക്ക് ദാവീദ് ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുന്ന നിമിഷം ഷിമേയി എന്നൊരു മനുഷ്യൻ വഴിയിൽ വെച്ച് ദാവീദിനെ കല്ലെറിയാനും അപമാനിക്കാനും തുടങ്ങിയപ്പോൾ
ആ ശാപവാക്കുകൾ കേട്ട് ഉപചാരന്മാരിൽ ഒരാൾ ആ ഷിമേനെ വധിക്കട്ടെ എന്ന് ദാവീദിനോട് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞൊരു വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തറഞ്ഞുകൊണ്ട്, അത് 2 സാമുവേൽ 16-ാം അധ്യായം 10-ാം വാക്യം. ദാവീദിനെ ശപിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അയാൾ അത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്കാകും? ഒരു വലിയൊരു സാന്ത്വനമായിരുന്നു ആ വാക്ക്. ദാവീദിനെ ശപിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചത് കൊണ്ടാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്കാകും? ശരിയല്ലേ? ഇപ്പോൾ ഞാൻ ഈ കടന്നു പോകുന്ന മോശപ്പെട്ട അനുഭവം കർത്താവ് അനുവദിച്ചത് കൊണ്ടല്ലേ? പിന്നെ ഞാൻ എന്തിനാ പരിഭവപ്പെടുന്നത്? കുറേ കൂടി എളിമപ്പെടാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ അവിടുന്ന് നിമിത്തമാക്കുന്നൊരു അനുഭവം മാത്രമല്ലേ ഈ സംഘർഷാനുഭവം. പിന്നെ ബലി തുടർന്നു. അപ്പമെടുത്ത് ഇങ്ങനെ വിഭജിച്ചപ്പോൾ ഉള്ളിലൊരു തോന്നൽ, എല്ലാ ദിവസവും മുടങ്ങാതെ ക്രിസ്തുവിൻ്റെ അപ്പം മുറിക്കുന്ന ഞാൻ എന്നെങ്കിലും ഒരിക്കൽ മുറിക്കപ്പെടുന്നൊരു അപ്പമാകണ്ടേ? അതിനുവേണ്ടി യേശു എന്നെ ഒരുക്കിയതല്ലേ? നിറമെഴുകളോട് കൂടി തന്നെയാണ് ആ കുർബാന അവസാനിപ്പിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ ഞാൻ സക്രാരിക്കടുത്ത് നിന്നും പിന്നിലേക്ക് പോയത്. എന്നെ ആ സാന്ത്വനിപ്പിക്കുന്ന ആ അനുഭവത്തിന് ശേഷം പലവട്ടം ഞാൻ ആ സഹോദരനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയോ നോക്കുകയോ പോലും ചെയ്തിട്ടില്ല. ദൈവം തന്നെ ആ വെറുപ്പിൻ്റെ ആ കറുപ്പ് അദ്ദേഹത്തിനുള്ളിൽ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ടാകും. ഒന്നോർത്താൽ ചില നേരങ്ങളിൽ നമ്മൾ സങ്കടാനുഭവം കൂടെ കടന്നു പോകണം. ഒരു പുരോഹിതനായ ഞാനും സഹനത്തിൻ്റെ അടയാളമായ അപ്പമായിട്ട് മാറണ്ടേ? ഇപ്പോൾ പുരോഹിതനായിട്ട് 13 വർഷമായി. വല്ലാത്ത പ്രലോഭനങ്ങളുടെ, സംഘർഷങ്ങളുടെ, സഹനങ്ങളുടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഓരോ വേദനാനുഭവ നിമിഷങ്ങളിലും ദിവ്യകാരുണ്യ നട എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്, വിശ്വാസത്തിൽ കരുത്തുള്ളവനാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നോർത്താൽ അവിടെ നിന്ന് എന്നെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരുപാട് നിറച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ശാലോമിലും ഗുഡ്നശാലൊക്കെ വചനം പ്രഘോഷിച്ചിട്ടുണ്ട്. പുരോഹിതരോടും സന്യാസിമാരോടും വചനം പങ്കുവെച്ചിട്ടുണ്ട്. എൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. വിശുദ്ധ നാട്ടിൽ 2 വട്ടം പോകാൻ പറ്റിയിട്ടുണ്ട്. കാനഡയിൽ മനഃശാസ്ത്രം പഠിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അനുഗ്രഹങ്ങളെക്കാളേറെ എന്നെ ദൈവത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ളത് എനിക്കുണ്ടായ കൊച്ചു കൊച്ചു സങ്കടാനുഭവങ്ങളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഇനിയും ഇങ്ങനെ സങ്കടം വരണേ എന്നാണ്. സങ്കട നേരത്ത് നിശ്ചയമായും ദിവ്യകാരുണ്യനാഥൻ എന്നെ ഉപേക്ഷിക്കില്ല. പകരം ഞാൻ നിന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ എൻ്റെ വിശ്വാസത്തിന് കരുത്ത് തരണമേ എന്ന യാചന മാത്രം, പ്രാർത്ഥന മാത്രം. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദീതിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവം